ഷാഫി ചാലിയം, ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF എടുത്തിട്ടുള്ള ചില തന്ത്രങ്ങൾക്ക് നിന്നൊക്കെ വിഭിന്നമായ ഒരു രീതിയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഒക്കെ കണ്ടുവരുന്നത് എന്ന് പൊതുവെ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. UDFന് ഒരുപക്ഷെ ഒരേപോലെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? പ്രത്യേകിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല അൻവറുമായുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ അതിൻ്റെ പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കുന്നു, പിന്നീട് നിങ്ങൾക്ക് എതിരായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗത്ത്. അതുകൂടാതെ തന്നെ പല വിവാദ വിഷയങ്ങളും ഇപ്പോൾ UDF ക്യാമ്പിൽ നിന്ന് വരുന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ മാത്രം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് പല മാധ്യമങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ, അതുപോലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉള്ള അതൃപ്തി, ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ UDF കൊണ്ടുപോകുന്ന ഒരു വഴി, അതിൽ നിങ്ങളൊക്കെ തൃപ്തരാണോ? UDFൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ് ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ ഷാഫി ചാലിയം? അല്ല, UDF എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടങ്ങുന്നതാണ്. അപ്പോൾ UDFൻ്റെ നിലമ്പൂരിലെ തന്ത്രങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോന്ന് എന്ത് ചോദ്യമാണ് ഡോക്ടർ ലാലിത്? നിങ്ങളെ ഇതിൽ എവിടെയാണ്, എന്താണ് ഞാൻ ഉത്തരം പറയേണ്ട എന്ത് ക്വസ്റ്റ്യനാണുള്ളത്? പാണക്കാട് തങ്ങളായിട്ടുള്ളത് ചർച്ച ആയതാണ്. എന്ത് ചർച്ചയായി? സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തി നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഞങ്ങൾക്കെന്ത്? കോൺഗ്രസ് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥിയെ തരും. ആ സ്ഥാനാർത്ഥി തന്നാൽ അതിനെ ജയിപ്പിക്കുക എന്നതാണ് ഞങ്ങളെ മുന്നണിയിലെ മര്യാദ. നിങ്ങളും അത് ചെയ്തിട്ടില്ലേ? നിങ്ങൾ കള്ളൻ 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 എന്നൊക്കെ വിളിച്ച് പിന്നെ കായംകുളം കൊച്ചുണ്ണിയൻ എന്നൊക്കെ പറഞ്ഞ് പാലാ അങ്ങാടിയിൽ KM മാണിക്കെതിരെ എന്തെല്ലാം നടത്തി? അതേ നിങ്ങൾ KM മാണീൻ്റെ പാർട്ടി നിങ്ങളെ ജോസ് കെ മാണി നിങ്ങളെ കൂടെ വന്നപ്പോൾ നിങ്ങളെന്താ ചെയ്ത്? നിങ്ങൾ ജോസ് കെ മാണീനെ തലയിലേറ്റി നിങ്ങൾ കൊണ്ടുനടന്നില്ലേ? ഇതേ ചോദ്യം അന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അൻവർ വഴിയാണ് അതൊരു ഇടതുപക്ഷ നിയോജക മണ്ഡലമായി മാറിയത് 2 തവണ. ആ അൻവർ ഇടതുപക്ഷത്തിനെതിരെ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ച് കേരളത്തെ പിടിച്ചു കുലുക്കിയൊരു മനുഷ്യരാണ്. അദ്ദേഹമാണ് ഒരു ഭാഗത്തുള്ളത്. അദ്ദേഹം ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഇല്ല. അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. UDFനോട് അദ്ദേഹം സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ UDFുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല. അതിന് കാര്യകാരണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി അല്ലേ, UDF ഇടതുപക്ഷത്തിനെതിരെ വരുന്ന എല്ലാവരെയും കൂട്ടി BJP ഒഴികെയുള്ള എല്ലാവരെയും കൂട്ടണം എന്ന് തന്നെയായിരുന്നു UDFൻ്റെ ലൈൻ. ആ നിലക്ക് ഞങ്ങൾക്ക് വേദിയിൽ ഞങ്ങളെ നിയോജകമണ്ഡലം നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ അതിഥിയായി നമ്മൾ അൻവറിനെ വിളിച്ചിട്ടുണ്ട്. അൻവർ നമ്മളോടൊപ്പം വന്ന് അദ്ദേഹം നമ്മളെ വേദിയിലാണ് പറഞ്ഞത്, ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടെ. UDFൻ്റെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഞാനുണ്ടാവും മുന്നിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ, ആ വ്യക്തി നയിക്കുന്ന പാർട്ടിയെ UDF മുന്നണിയിലേക്ക് എടുക്കാനും സാധിക്കില്ല. അതാണ് ആ കാര്യത്തിലുണ്ടായത്. അപ്പോൾ അൻവർ സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നു. CPM അവിടെ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. CPMന് അവിടെയുള്ള വോട്ട് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. അത്ര ലളിതമാണ് കാര്യങ്ങളെന്നാണ് ഷാഫി ചാലിയം വിലയിരുത്തുന്നത്. അൻവർ അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. വലിയ വിഷമമൊന്നും നിങ്ങൾക്ക് അദ്ദേഹമായിട്ടില്ല. വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം, വാതിലുകൾ കൊട്ടിയടച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തിക്കൂടെ? തെരഞ്ഞെടുപ്പാണല്ലോ. അങ്ങനെയല്ലല്ലോ വിലയിരുത്തേണ്ടത്. അത് നിങ്ങളെ വിലയിരുത്തിയാണ്. ഞാൻ അങ്ങനെ വിലയിരുത്തില്ലല്ലോ. ഞാൻ അത്ര മണ്ടനല്ലല്ലോ. അതെങ്ങനെ? UDF എന്ന സംവിധാനത്തിലേക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അൻവറിന് വരാൻ സാധിക്കില്ല. കാരണം UDFൻ്റെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ താൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയും സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ മോശമായ ആക്ഷേപം ചൊരിയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് UDFലേക്ക് വരാൻ കഴിയുമോ? പിന്നെ അദ്ദേഹം ഇവിടുന്ന് വോട്ട് പിടിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. അതിന് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് പരിശോധിക്കണം.
അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് നിങ്ങളുടെ പക്ഷത്തോടാണ്, നിങ്ങളോടാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് വനം വകുപ്പ് വേണം, ആഭ്യന്തര വകുപ്പ് വേണം, അതല്ലെങ്കിൽ അതൊക്കെ വേണ്ടാന്ന് വെക്കാം, വി ഡി സതീശനെ മാറ്റിയാൽ മതി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാദം, ആവശ്യം. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത UDF-നോ മുസ്ലിം ലീഗിനോ എനിക്കോ ഇല്ല. പറയേണ്ടതുണ്ടെങ്കിൽ മറുപടി പറയും. പലതും അവഗണിക്കാറാണ് പതിവ്. ഒറ്റയ്ക്ക് UDF-ൽ ഇല്ലാത്തൊരു മനുഷ്യൻ പറയുന്നു 2026 UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആഭ്യന്തരം തരണം. ആദ്യം ഇയാൾ UDF-ൽ എത്തണ്ടേ? എത്താനുള്ളൊരു വഴിയും കാണുന്നില്ലല്ലോ. UDF-ൻ്റെ അകത്ത് എത്താനുള്ള വല്ല വർത്താനം അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഇമേജ് തന്നെയാണ് എന്താണ് അക്കാര്യത്തിൽ ഷാഫി ചാലിയം പറഞ്ഞത് വളരെ ശരിയാണ്. ആദ്യം അദ്ദേഹം UDF-ൽ എത്തണം, രണ്ടാമത് UDF-ന് അധികാരം കിട്ടണം, ഇതൊക്കെ കഴിഞ്ഞാലാണ് ആ കാര്യങ്ങളിലേക്ക് വരിക.